AAC 9J. AAC 9J says that imaging and auxiliary personnel are trained in imaging safety practices and radiation safety measures. നമുക്ക് ആ ഒരു ഇമേജിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് ആകാം, റേഡിയോഗ്രാഫേഴ്സ് ആകാം, MRI CT ടെക്നോളജിസ്റ്റുകളാകാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആകാം, നേഴ്സസ് ആകാം, ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രധാനപ്പെട്ട റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ അവരുടെ ഉൾപ്പെടെ സേഫ്റ്റിയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അതിനെന്ത് ചെയ്യണം? അവർ ട്രെയിൻഡ് ആയിരിക്കണം. അവർ റേഡിയേഷൻ സേഫ്റ്റിയിൽ കൃത്യമായ ട്രെയിനിങ് കിട്ടിയവരായിരിക്കണം. ആ ട്രെയിനിങ് സ്വാഭാവികമായിട്ടും അവരുടെയും പേഷ്യൻറ്റിൻ്റെയും അവിടെ മറ്റുവരെ സപ്പോർട്ട് ചെയ്യുന്ന നേഴ്സായാലും ടെക്നീഷ്യനായാലും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ഉൾപ്പെടെ റേഡിയേഷൻ എക്സ്പോഷർ വരുന്നതിനുള്ള സാധ്യതയെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. പേഷ്യൻറ്റിന് താഴെ വീണു പോകാനുള്ള സാധ്യതയെ കുറയ്ക്കും. അപ്പം ഒരു ട്രെയിൻഡ് പേഴ്സൺ അല്ല നിൽക്കുന്നതെങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അൾട്ടിമേറ്റ്ലി HR ഇച്ചിരി കാര്യമായിട്ട് നോക്കണം. നമ്മളിനി HRMൽ ഇതെല്ലാം വിശദമായി പഠിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എടുക്കുന്ന ആൾക്കാർ ആൾറെഡി അവർ ട്രെയിൻഡ് ആയിരിക്കണമല്ലോ. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നല്ല വരുന്നതെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൂടെ ആവാം. ഇനി ക്വാളിഫൈഡ് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെങ്കിലും നമ്മുടെ ഡോക്യുമെൻ്റ് പ്രൊവൈഡ് ചെയ്യുക, അവരത് നോക്കിയിട്ട് അത് തന്നെയാണോ അവർ പഠിച്ചതെന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ റേഡിയോളജിസ്റ്റ് മുതൽ റേഡിയോഗ്രാഫേഴ്സ്, CT ഒക്കെ ടെക്നോളജിസ്റ്റ്, ഇവരെല്ലാം തന്നെ ആൾറെഡി ട്രെയിൻഡ് ആണ്. നമ്മളത് ഉറപ്പ് വരുത്തണം അവർ ട്രെയിൻഡ് ആണ് എന്നുള്ള കാര്യത്തിൽ. AAC 9J.